വിവാദത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. തുടർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ മണ്ഡലഭാഷണം നടത്തുന്നത് AICC മെമ്പറും മുൻ DCC പ്രസിഡന്റുമായ ND അപ്പച്ചൻ എന്നാണ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. മുഴുവൻ പ്രേക്ഷക സംഘടനാ ഭാരവാഹികളെയും മാനവ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരെയും അടക്കമുള്ള മുഴുവൻ നേതാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷതയിൽ സംസാരിക്കുന്നത് നമ്മുടെ പ്രേക്ഷക സംഘങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കർഷകദാസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ PM ധന്യ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് ശശികുമാറിലേക്ക് സഹകരണ നിയമം സഹകരണ നിയമം അനുസരിച്ച് 11 സഹകരണ ബാങ്കുകൾ ഇന്ന് ഡെപ്പോസിറ്റ് നൽകിയിരിക്കുന്നു. ഈ 11 സഹകരണ ബാങ്കുകൾ ഡെപ്പോസിറ്റ് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിയമം രാവിലെ ഇവിടെ ഒന്ന് നോക്കി ഞങ്ങൾ കാര്യം മനസ്സിലാക്കി. നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് PDP പ്രതികളെ എന്ന് വെച്ചാൽ സമരം അടിച്ചു നിർത്താൻ ഒരു കാര്യം പറയാം. വരുന്ന ദിവസങ്ങളിൽ ഓരോർക്കാരും ഉൾപ്പെടെയുള്ള CK ശശീന്ദ്രനെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിന്റെ ഡയറക്ടർമാര് തെരുവിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പെർമിഷൻ വേണ്ടി വരുമെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. ഞാൻ ദീർഘമായി ഈ സമരം അനിവാര്യമാണ്. നമ്മൾ ആളുകൾ ചോദിക്കും, എന്തിനാണ് OR കേളുവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്? OR കേളുവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള കാരണം അദ്ദേഹം അടുത്ത നാൾ വരെ ബ്രഹ്മഗിരിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ OR കേളു ഇതിന് പരിഹാരം കാണണം. അദ്ദേഹം അടക്കം ഉത്തരവാദിത്വം പറയണം. ഈ ജില്ലയുടെ ചാർജുള്ള ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഈ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, 120 കോടിയുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. 600 ആളുകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ്. മഞ്ഞുമല ഉരുകാനിരിക്കുന്നേയുള്ളൂ. ഇത് മഞ്ഞുമലയുടെ ഒരു കഷണം മാത്രമാണ്. 120 കോടിയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. നിക്ഷേപകർക്ക് പണം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെയാണ്? നൌഷാദ് 16 ലക്ഷം, കൊയിലാണ്ടിയിലെ പാവപ്പെട്ട ഒരു കൃഷ്ണൻ
ഗൾഫിൽ നിന്ന് വന്നതാണ്. എത്ര ലക്ഷം? 30 ലക്ഷം. പ്രസന്നകുമാരി 14 ലക്ഷം. ആൻസി റോയി 41 ലക്ഷം. ഈ പണം നിക്ഷേപിച്ചവരൊക്കെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവരെ വശീകരിക്കുകയായിരുന്നു. ചിലർ പറഞ്ഞു 10% പലിശ തരാം, 8.5% പലിശ തരാം. ചില ചെറുപ്പക്കാരോട് പറഞ്ഞു നൌഷാദ് പ്രിയപ്പെട്ടവരെ ഒരു ജോലിക്ക് വേണ്ടിയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ആ ജോലി കൊടുക്കുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് 14 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ജോലി കൊടുക്കാം. പിന്നെ 2 ലക്ഷം 16 ലക്ഷം. ആ 16 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇന്നൊരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം കണ്ടു. അദ്ദേഹം പറഞ്ഞു 5 ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. 5 ആളുകൾ മരണപ്പെടുന്ന ആത്മഹത്യയല്ല. 5 ആളുകൾ ഈ തട്ടിപ്പിനിരയായി മാനസിക വ്യതയുടെ ഫലമായി 5 ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. കാലാകാലങ്ങളായി CPM-ന്റെ പ്രവർത്തകരാണ് ഈ തട്ടിപ്പിനിരയായവരിൽ പലരും CPM-ന്റെ ആളുകൾ തന്നെയാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.